അമ്മേ ഓ എന്തുവാ രാവിലെ പരിപാടി? നമ്മക്കേ മോളെ ഇന്നൊരു വാഴക്കൂമ്പ് കിട്ടി. അത് നമ്മള് തോരൻ വെക്കാൻ പോവുക. നോക്കട്ടെ വാഴക്കൂമ്പ്. ദാണ്ടെ. ഹലോ കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ദാണ്ടെ വാഴക്കൂമ്പൊക്കെ ഇന്നലെ വൈകുന്നേരം നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ഇനി അമ്മക്കുട്ടി ഇരുന്ന് ഇത് വൃത്തിയാക്കി തോരൻ വെക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പൊളിച്ചു വന്നപ്പോ മോളെ ഇത്രേ ഉള്ളു. നോക്കത്രേ ഉള്ളു പൊളിച്ചു വന്നപ്പോ. ഇനി നമുക്കിത് എങ്ങനെയാണ് അരിയുന്നത് നോക്കാം. കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്, എണ്ണ തേച്ചിട്ടുണ്ട്, പിച്ചാത്തിയില് നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്. നല്ല കറയാണല്ലോ, നല്ല കറയാ. ദാണ്ട കൂട്ടുകാരെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് അരിയുന്നത് അല്ലേ? നല്ല മോളെ വാഴക്കൂമ്പ് പോവാ കേട്ടോ. പയറോ പരിപ്പോ ഏതെങ്കിലും ഒന്ന് വേണം. അത് കുക്കറിനകത്തിട്ട് ഒരു ആവി വരുന്ന ഉടനെ വേവുമല്ലോ. വെന്തിട്ട് കാണാം. അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരുകിയത്, അതിനകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ജീരകപ്പൊടി, പിന്നെ ഒരു എരിവിന് വേണ്ടി മുളക് പൊടി അല്പം. ഇനി നമ്മൾ കഴുകി കറയെല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞായി കൊത്തി അരിഞ്ഞ വാഴക്കൂമ്പ്. ഇനി പയർ വേണേ പയറെടുക്കാം, പരിപ്പ് വേണേ പരിപ്പെടുക്കാം. അമ്മ ഇവിടെ എടുത്തിരിക്കുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി നമ്മളുടെ നേരത്തെ കണ്ട അരച്ച അരപ്പാണിത്. ഇനി കടുക് വറുക്കാൻ ആവശ്യമായ ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ എടുക്കാം. എണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ടേക്കുവാണ് കേട്ടോ. ഇനി ഈ അരപ്പിൻ്റെ പച്ച മണങ്ങളൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന നമുക്ക് മനസ്സിലാവുമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ല വൃത്തിക്കൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരാറാവുന്ന പരുവം, ഒരു ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരും. ആ പരുവത്തിൽ മാത്രമേ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തോരൻ പരിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് തോരൻ പരിപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി എടുക്കുക, മിക്സ് ചെയ്യുക, ആ രീതിയിൽ അങ്ങോട്ട് ആക്കി എടുക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചമ്മന്തിയും, ഒരു ചോറിൻ്റെ കൂടെ ചമ്മന്തി, ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്നു കൂട്ടുകാരെ, സ്വർഗ്ഗമാണ്. അത്രയ്ക്ക് സുഖമാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ ഈ വാഴക്കൂമ്പ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ മോളെ. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതിന് എന്തൊക്കെ ചേർക്കുമെന്ന് ചോദിച്ചാ പയറിടുന്നവരും ഉണ്ട്, തോരൻ പരിപ്പ് ഇടുന്നവരും ഉണ്ട്. ഞാൻ തോരൻ പരിപ്പിട്ട് റെഡിയാക്കിയ തോരൻ നാട്ടെ. ഓക്കെ, സൂപ്പർ. അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോ കാണുന്നവരേക്കും വീഡിയോ കാണുന്നിടം വരെ ടാറ്റ. ഓക്കെ.